രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായെന്ന് പറയുന്ന വരികൾ അതാണത്രേ. വരരുചിയുടെ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഭോജേന്ദ്ര മഹാരാജാവ് വരരുചിയോട് ചോദിച്ചു അത്രേ, രാമായണത്തിൽ ഏറ്റവും അതിന്റെ കാതലായിരിക്കുന്ന ശ്ലോകം ഏതാണെന്ന്. അദ്ദേഹത്തിന് അത് പറയാൻ സാധിച്ചില്ല എന്നാണ്. പിന്നീടാണ് അദ്ദേഹം ആ ശ്ലോകത്തെ കേൾക്കുന്നത്. അതായിരുന്നു അത്രേ സുമിത്രാദേവി ലക്ഷ്മണന് കൊടുത്ത വാക്കുകൾ. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാമടവിം വിദ്ധിം ഗച്ഛതാത തതസുഖം. രാമായണത്തിൽ സുമിത്രാദേവി ഇത്രയും പറയുന്നുള്ളൂ. ആ സന്ദർഭം വരുമ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാം. ഏതായാലും ഇപ്രകാരം പായസം രണ്ടുപേർക്ക് പകുത്തു കൊടുത്തു. ഇവിടെ ഒരു പ്രധാന കാര്യം നോക്കേണ്ടത്, കൗസല്യാദേവിയോട് ആദരവും കൈകേയിയോട് ആസക്തിയും കാണിച്ചു ആര്? ദശരഥ മഹാരാജാവ്. ആദരിക്കുന്ന കൗസല്യയ്ക്ക് കൊടുത്തേ പറ്റുള്ളൂ, കാരണം പട്ടമഹിഷിയാണ്. എന്നാൽ കൈകേയിക്ക് കൊടുത്തത് ആദരവ് കൊണ്ടായിരുന്നില്ല. കൈകേയിക്ക് കൊടുത്തത് ആ കൈകേയിയോടുള്ള ആസക്തി കൊണ്ടായിരുന്നു. എവിടെ മനുഷ്യൻ ആസക്തനാവുന്നുണ്ടോ അവിടെ മനുഷ്യൻ സ്വാർത്ഥനാവും. സ്വാർത്ഥത കാണിക്കുമ്പം ഒരാളെ പരിഗണിക്കും, മറ്റൊരാളെ തഴയും. ഈവൻ നിങ്ങൾ നോക്കൂ, രാഷ്ട്രീയത്തിലും നിങ്ങൾക്കത് കാണാം, വീടുകളിലും നിങ്ങൾക്ക് കാണാം. ഒരാളോട് കൂടുതൽ ആസക്തി ഉണ്ടെങ്കിൽ, ആസക്തി എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലും തനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അയാളോടൊരു കൂടുതൽ അടുപ്പം കാണിക്കും. ഇപ്പൊ മറ്റൊരാളെ അവഗണിക്കേണ്ടി വരും. ഒരാളെ പരിഗണിക്കുമ്പോൾ ഒരാളെ അവഗണിക്കും. തന്റെ എല്ലാവരും ഒന്നാണെന്നുള്ള ഭാവന അതോടുകൂടി നഷ്ടപ്പെടും. അത് പിന്നീടൊരു ദുരന്തമായി തീരുന്നു പറയാണ്. അതുകൊണ്ടുണ്ടല്ലോ പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവര് വളരെ ശ്രദ്ധിക്കേണ്ടത്, ഒരാളുടെ മുന്നിൽ വെച്ച് ഒരാളെ പരിഗണിക്കുകയും ചെയ്യരുത്, മറ്റൊരാളെ അവഗണിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ഒരാളെ പരിഗണിച്ച് മറ്റൊരാളെ അവഗണിക്കുമ്പോണ്ടല്ലോ, നിങ്ങൾ ആരെ അവഗണിക്കുന്നുവോ അവൻ നിങ്ങൾക്ക് നാളെ ശത്രുവായിത്തീരും. അവൻ നിങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പ്രിയാണ്. ഓരോന്നും നിങ്ങൾ കഥകളൊക്കെ സൂക്ഷ്മമായി അവലോകനം ചെയ്യണം. ചില കുടുംബജീവിതത്തിൽ ഇതാണ് നമ്മൾ കാണുന്നത്. ഒരു മകൻ നോക്കുന്നില്ല, മറ്റൊരു മകൻ നോക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു അമ്മ പറയുന്നുണ്ടെങ്കിൽ, ആ നോക്കാത്ത മകനെ അമ്മ നല്ലവണ്ണം എന്ത് ചെയ്തിട്ടുണ്ടാവണം? അവഗണിച്ചിട്ടുണ്ടാവണം. അതിന്റെ പ്രതിഷേധം, പ്രതികാരം അവൻ ചെയ്തടങ്ങുള്ളൂ. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും സന്ദർഭത്തിനനുസരിച്ച് കൗസല്യാദേവി ഉയർന്നു. ദേവി ഉടനെ തന്നെ എന്ത് ചെയ്തു അത്രേ? തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി രാജാവിനോട് ചോദിക്കാതെ, അതാണ് അതിന്റെ മഹത്വം. രാജാവ് കൊടുത്തില്ലേ, എന്നാ ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിക്കില്ലേ? ചോദിച്ചില്ലേ ദേവി. തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഉടനെ തന്നെ കൗസല്യാദേവി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൗസല്യാദേവിയോട് ഒരു കൂടുതൽ അടുപ്പം ആർക്കുണ്ടായിരിക്കണം? സുമിത്രയ്ക്കുണ്ടായിരിക്കണം. സുമിത്രയുടെ ഒരു പുത്രൻ കൗസല്യയോട് അടുത്തിരിക്കണം. കൊടുത്തു. അപ്പൊ ഗുണമുണ്ടായത് ആർക്കാണ്? നോക്കണേ, വളരെ ശ്രദ്ധിക്കണേ കഥകള്. നമ്മളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. ലെറ്റ് ദ വേൾഡ് ലീവ് അസ് ബട്ട് ദ ഗോഡ് ഈസ് കെയറിങ് അസ് എന്നുള്ളതാണ്. അവർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ആർക്ക് കിട്ടി? ഭഗവാൻ സുമിത്രയ്ക്ക് കൊടുത്തു എന്നാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രസമാണ്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ പറയണം, എന്ത്? കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് വിഷമമില്ല, ഗോഡ് ഈസ് കെയറിങ് മീ, ഈസ് കെയറിങ്. എത്രത്തോളം നമ്മൾ ഈശ്വരനെ പ്രേമിക്കുന്നുവോ അത്രത്തോളം മറ്റുള്ളവർക്ക് കിട്ടിയതിനേക്കാൾ നമുക്ക് കുചേല ബ്രാഹ്മണന് വാരിക്കോരി കൊടുക്കുന്നത് എത്രയാണ്? ആ രണ്ടാമത്തെ പിടി അവല് പോലും ഭഗവാന് വായിലിടാൻ പ്രയാസം ഉണ്ടായില്ല. ഉണ്ടോ? ആ സമയത്തെങ്ങാനും രുക്മിണീദേവി അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ കൊണ്ടുപോയ അവല് മുഴുവൻ ഒരു ചാപ്പിടും. എന്ന് മാത്രമല്ല, ഓരോ അവിലിലും എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഭാര്യമാരുടെ പേരാ. പോയി അവിടെ അടുക്കള പണി ചെയ്യൂ, പോയി ഈ പണി ചെയ്യൂ എന്നാണ്. എന്തോ രുക്മിണീദേവി ഇങ്ങനെ വെഞ്ചാമരം വീശുമ്പോഴാണ് തിരിച്ചറിഞ്ഞത് രണ്ടാമത്തെ അവിലിൽ ആദ്യത്തെ അവിൽ മണിയിൽ എഴുതിയിരിക്കുന്ന രുക്മിണീദേവി അടുക്കളയിൽ പോട്ടെ എന്ന്. ദേവിക്ക് ആ സൂക്ഷ്മബുദ്ധി ഉള്ളത് കൊണ്ട് കണ്ടുപിടിച്ചപ്പോ രണ്ടാമത്തെ അവില് പിടിച്ചതും കേറി പിടിച്ചു കൈക്ക്. പറഞ്ഞു, അത് വേണ്ട,
അല്ലാതെ തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ടേ. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഭൂരികാരുണ്യവേകാൽ, അത്രമാത്രം കാരുണ്യവേഗം ആര് കാണിക്കും? ഭഗവാൻ കാണിക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കുടുംബകലഹമൊന്നും ഉണ്ടാവില്ല. നമ്മള് പാർട്ടീഷൻ, അതിലത് തന്നില്ല, ഇവരിത് തന്നില്ല, മറ്റവരത് തന്നില്ല, ഇതൊന്നും നമ്മൾ പറയില്ല. ആര് നമുക്ക് തന്നില്ലെങ്കിലും ഭഗവാൻ തരാൻ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ പരാതി പറഞ്ഞാൽ അത് നമുക്ക് കിട്ടില്ല. ഏത്? ഭഗവാൻ നമുക്ക് വച്ചിരിക്കുന്നത് കിട്ടില്ല. ഇത് കിട്ടിയിട്ടില്ലേ, ലീവ് ഇറ്റ്, വേണ്ട, ഭഗവാൻ വച്ചിരിക്കുന്നുണ്ട്. ആ സുമിത്രാദേവി പരാതി പറയാതിരുന്നപ്പോ സുമിത്രാദേവിക്ക് മറ്റുള്ളവർക്ക് കൊടുത്തതിനേക്കാൾ ഭഗവാൻ കൊടുത്തു. ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാലുണ്ടല്ലോ, നമ്മളൊന്നും വീടുകളിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും. നമ്മൾ ഡിസയർ ചെയ്യുന്നതല്ല നമുക്ക് കിട്ടുന്നത്. ഒക്കെയാണ് സത്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്രകാരം അവർ 3 പേര് പായസം കഴിച്ചു. വിധിപൂർവം ഗർഭിണികളായി. ഗർഭശുശ്രൂഷകളൊക്കെ തുടങ്ങി. അപ്പൊ ഒരാൾക്ക് 2 കുട്ടികൾ വേണം. ഇരട്ട കുട്ടികൾ വന്നു. മറ്റാൾക്ക് ഓരോ കുട്ടികൾ. അങ്ങനെ ദശരഥ മഹാരാജാവ്, അന്നൊക്കെ പത്നിമാര് ഗർഭിണികളായാൽ പുംസവനം തുടങ്ങിയിട്ടുള്ള ഗർഭശുശ്രൂഷാദി മന്ത്രങ്ങളുണ്ട്. ആ കുട്ടിയെ കേൾപ്പിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട്. ഗർഭത്തിലിരുന്ന് കുട്ടിയെ കേൾപ്പിക്കേണ്ടത്. 6 മാസം ഗർഭത്തിലെ കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് കേൾപ്പിക്കേണ്ട മന്ത്രങ്ങളാണ് ഭയം അകന്നു പോവാനുള്ള മന്ത്രം. ആ കുട്ടിക്ക് ഒരിക്കലും പുറത്തു വന്നാൽ എന്തുണ്ടാവരുത്? ഭയമുണ്ടാവരുത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് 2 മന്ത്രങ്ങളാണ് പറഞ്ഞു കൊടുക്കുക. ഒന്ന് ആദിത്യ മന്ത്രം പറഞ്ഞു കൊടുക്കും, നമുക്ക് രാമായണത്തിൽ കാണാമത്. രണ്ടാമത്തത് വിഷ്ണു സഹസ്രനാമം കേൾപ്പിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് ഗർഭത്തിൽ തന്നെ ഭയത്തിൽ നിന്നും മുക്തമാവാനുള്ള മന്ത്രങ്ങളെ കേൾപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? ഗർഭിണികൾ ചില വ്രതം നോൽക്കണം. രാവിലെ നേരത്തെ എണീക്കണം, കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി അവിടെ ഇരുന്നു കൊണ്ട് വിഷ്ണു സഹസ്രനാമമോ മറ്റോ ഉറക്കെ ജപിക്കണം. ജപിക്കുന്ന സമയത്ത് ഇതാര് കേൾക്കുന്നുണ്ട്? തന്റെ കുട്ടി കേൾക്കുന്നുണ്ട് എന്ന ഭാവനയോടെ ചൊല്ലണം. ഇതൊക്കെ വളരെ ശാസ്ത്രീയമാണ്. ഇതൊക്കെ ഗവേഷണം ചെയ്ത് തെളിയിച്ചിട്ടുണ്ട്, സത്യമാണോ എന്നുള്ളത്. വെറുതെ വിഡിത്തങ്ങൾ പറയല്ല. കുട്ടികളെ അങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളിൽ ആ സംസ്കാരം ഉണ്ടാകുമെന്ന് ഞാൻ ബെറ്റുവെക്കാം നിങ്ങളോട്. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. വെറുതെ വിഡിത്തം പറയല്ല എന്നർത്ഥം. അങ്ങനെ ആ കുട്ടികളെ കേൾപ്പിച്ച് അങ്ങനെ ഒരു വ്രതം അനുഷ്ഠിക്കുന്നതിനെയാണ് പുംസവനെന്ന്. അതെത്ര മാസം അനുഷ്ഠിക്കണത്രേ? പ്രസവിക്കുന്നത് വരെ അനുഷ്ഠിക്കണം. അപ്പൊ അങ്ങനെ അനുഷ്ഠിക്കുന്ന സമയത്ത് സ്ത്രീകള് വളരെ വ്രതശുദ്ധിയോടെ ചെയ്യണം എന്നാണ്. ഇപ്പൊ എന്ത് വേണത്രേ? ഭാര്യ ഒറ്റയ്ക്ക് കിടക്കണം. അതിന് ചില വിധികളൊക്കെ ഉണ്ട്. ഭർത്താവിന്റെ കൂടെ കിടക്കരുത്. അതെന്തിനാ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തെയും കുട്ടിയെയും പവിത്രമാക്കാനുള്ള വിചാരങ്ങൾ അവരുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ട്. എന്ന് മാത്രമല്ല, രാവിലെ എണീറ്റ് സാത്വികമായ ആഹാരം മാത്രമേ പിന്നെ കഴിക്കാവൂ എന്നാണ് ആ സമയങ്ങളിൽ. അങ്ങനെയൊക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഉണ്ട്, അത് അനുഷ്ഠിക്കുന്നവരുണ്ട്. പുംസവനം എന്നുള്ള വ്രതങ്ങളൊക്കെ. ഇപ്രകാരം ആ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ ഗർഭം പൂർണ്ണമായി പ്രസവിക്കാറായി. ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പ്രസവിക്കുന്നത്? ആദ്യം പ്രസവിക്കുന്നത് കൗസല്യാദേവിയാണ്. എന്നാണത്രേ പ്രസവം നടക്കുന്നത്? മേടമാസത്തിലാണ്. ശ്രീരാമസ്വാമി കർക്കിടക ലഗ്നത്തില് നവമി തിഥിയില് 6 ഗ്രഹങ്ങള് അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ സൂര്യനും വ്യാഴവും ശുക്രനും ചൊവ്വയും ശനിയും ഈ 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ശ്രീരാമസ്വാമി അഭിജിത്ത് മുഹൂർത്തത്തിലാണ് അവതരിക്കുന്നത്. അപ്പോൾ ഉച്ചസമയം മീനമാസം, അദ്ദേഹത്തിന്റെ നക്ഷത്രം പുണർന്നം നക്ഷത്രം. അങ്ങനെ പുണർന്നം നക്ഷത്രത്തില് ശ്രീരാമസ്വാമി അവതരിച്ചു. രണ്ടാമത്തത് ഭരതനാണ്. അദ്ദേഹമാണ് മീനമാസത്തില് പൂയം നക്ഷത്രത്തില് അവതരിക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും 1 മാസം കഴിഞ്ഞ് ലക്ഷ്മണനെയും അതുപോലെ തന്നെ ശത്രുഘ്നെയും പ്രസവിക്കുന്നത് കർക്കിടക മാസത്തില് ആയില്യ നക്ഷത്രത്തിലാണ്. അങ്ങനെയാണ് അവര് 2 പേരും ജനിക്കുന്നത്. ഇന്നിപ്പോ നക്ഷത്രത്തിൽ ജനിക്കുകയല്ല ചെയ്യണത്, ജനിപ്പിക്കുക ചെയ്യണത്. അപ്പൊ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. നക്ഷത്രം നോക്കിയിട്ട് ഡോക്ടറോട് പറയാണ് കീറിക്കോ എന്ന്.
രാഹുവും കേതുവും പിടിക്കുന്നതിന് മുമ്പ് ആള് പുറത്തു വരട്ടെ എന്ന്. അങ്ങനെയാണല്ലോ ഇപ്പൊ പ്രസവിപ്പിക്കുകയാണ് ഓരോ നക്ഷത്രത്തിലേക്ക്. ശരിക്ക് ജാതകം തുടങ്ങുന്നതുണ്ടല്ലോ ഗർഭപാത്രത്തിലേക്ക്. അതാണെങ്കിൽ ആർക്കും അറിയൂല, എന്താ പിന്നെ ജ്യോതിഷവും ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കാം നമ്മുടെ അവതാരമൂർത്തികളൊന്നും ജ്യോതിഷം നോക്കി കല്യാണം കഴിച്ചിട്ടില്ല. കൃഷ്ണൻ രുക്മിണിയുടെ ജാതകം നോക്കിയിട്ട് 7 പൊരുത്തം 8 പൊരുത്തം നോക്കിയില്ല, പിടിച്ചു വരച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പോ ശ്രീരാമസ്വാമി സീതയെ വരിക്കാൻ പോകുമ്പോഴും ജാതകമല്ല നോക്കിയത്, വില്ലു പൊട്ടിക്കാൻ പറ്റുമോ നോക്കി. വില്ലു പൊട്ടിച്ചു, പെണ്ണും കെട്ടി. ഒരവതാരമൂർത്തികളും ജാതകം നോക്കിയതായിട്ട് നിങ്ങൾക്ക് ഒരു പുരാണത്തിലും കാണാൻ പറ്റില്ല. പറ്റുമോ? അപ്പൊ നമ്മുടെ ഈശ്വരന്മാരെ ജാതകം നോക്കിയില്ലേ പിന്നെ എന്തിനാ നമ്മൾ ജാതകം നോക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. ആളുകൾ എന്താ എത്ര ജാതകത്തിന്റെ പിന്നാലെ പോരും. അതും ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്നിട്ട് ആ കല്യാണം നടത്തുകയും ചെയ്യും. ഗുരുവായൂരപ്പ ആ ജാതകം ഒത്തതാണ്. ഭഗവാൻ പറയും, ഇപ്പോ ഞാൻ തന്നെ ജാതകം നോക്കിയിട്ടില്ല, ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു ജാതകം നോക്കിക്കൊണ്ട്. പാവം, അയാൾക്ക് ജാതകം ഇല്ല. എന്നിട്ട് അയാളുടെ ജാതകം നോക്കിയിട്ട് അയാളുടെ ജാതകപ്രകാരം അല്ലാതെ കല്യാണം നടത്തിയ ആളോടാണ് പറയുന്നത്, ഞാൻ ജാതകമൊക്കെ നോക്കിയിട്ടാണ് മകളെ കല്യാണം കഴിപ്പിക്കുന്നത്, നോക്കിക്കൊള്ളണം. കണക്കായി. ഒരു വീട്ടിലെത്തുമ്പോൾ തന്നെ തുടങ്ങും കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അപ്രകാരം അവർ 4 പേരും അവതരിച്ചു. അവർക്ക് വളർന്നു വലുതായി. വസിഷ്ഠ മഹർഷി 11ാമത്തെ ദിവസം നാമകരണം ചെയ്തു. അങ്ങനെ രാമന് പേര് കൊടുക്കുന്നത്, ഇതിന്റെ ഇടയ്ക്ക് രാമായണത്തിൽ ഒരു ഭാഗം ഇവിടെ കാണുന്നത്, ഭഗവാൻ അവതരിച്ച ഉടനെ തന്നെ ശംഖചക്ര ഗദാരൂപത്തെ എടുത്തു എന്നും അവിടെ വച്ച് കൗസല്യാദേവി ഭഗവാനെ സ്തുതിക്കുകയാണ്. ആ സ്തുതിയിലൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നമസ്തേ ദേവദേവ ശംഖചക്രാബ്ദാജുതര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. സാക്ഷാൽ ഭഗവത് ചൈതന്യം തന്നെയാണ് പുത്രരൂപത്തിൽ വന്നിരിക്കുന്നത് എന്ന് കൗസല്യാദേവിക്ക് നേരിട്ട് ബോധ്യമാവുകയാണ്. ഇതുപോലെ ആയിരിക്കണം അത്രേ ഓരോ അമ്മയും. തന്റെ പുത്രനെ ഏത് രൂപത്തിൽ കാണണം? ഭഗവത് രൂപത്തിൽ. ഭഗവത് ചൈതന്യം തന്നെയാണ് രൂപമെടുത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ പുത്രനെ ഈശ്വര രൂപത്തിൽ കണ്ട് ആ ഈശ്വരഭാവത്തിലേക്ക് പുത്രനെ ഉയർത്താനുള്ള സംസ്കാരാദികൾ ഒരമ്മ കൊടുക്കുകയാണെങ്കിൽ ആ അമ്മയെയും ഈശ്വരനിലേക്ക് ഉയർത്താൻ ആ പുത്രൻ പരിശ്രമിക്കും. ഇതാണ് ഭാഗവതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന സുനീതിയുടെ കഥ. തന്റെ പുത്രനെ ഈശ്വരതുല്യം കണ്ടപ്പോ, ആ പുത്രനെ ഈശ്വരനിലേക്ക് ഉയർത്തിയപ്പോ പുത്രനും തന്റെ തപസ്സിലൂടെ ഈശ്വരപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് വൈകുണ്ഠപ്രാപ്തിയുടെ ഒരു ഘട്ടം വന്നപ്പോ വിമാനം വന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഞാൻ ഈ അത്ഭുത ഗ്രഹത്തിലേക്ക് വരുന്നില്ല. ചോദിച്ചു, എന്താ കയറാത്തത് എന്ന്. പറയാണ്, ഇതിൽ കയറാനുള്ള സകല യോഗ്യതകളും എനിക്ക് വന്നത് അമ്മയിലൂടെയാണ് പ്രിയ. അമ്മയില്ലാതെ ഞാനില്ല എന്നാണ്. അമ്മ മകനെ ഉയർത്തി, മകൻ അമ്മയെ ഉയർത്തി. ഈ സംസ്കാരം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഇപ്പൊ ഗർഭപാത്രത്തിൽ വെച്ചേ അത് തുടങ്ങണം. പുറത്തു വന്നു കഴിഞ്ഞാൽ പുത്രന് ഈശ്വര കഥകൾ പറഞ്ഞുകൊടുത്ത് ഈശ്വരഭാവത്തിലേക്ക്, ഈശ്വര പ്രേമത്തിലേക്ക് ആ കുട്ടികളുടെ മനസ്സിനെ ഉയർത്തണം. ഇത് അമ്മമാര് ചെയ്യണം. അതുകൊണ്ടായിരിക്കാം ദശരഥനല്ല പുത്രനെ സ്തുതിക്കുന്നത്, ഇവിടെ അമ്മയാണ് പുത്രനെ സ്തുതിക്കുന്നത്. അമ്മ പുത്രനെ ഈശ്വരഭാവത്തിൽ കണ്ട് വളർത്തിയത് കൊണ്ടായിരിക്കാം ശ്രീരാമസ്വാമിയെ വിളിച്ചുണർത്തുമ്പോ വിശ്വാമിത്ര മഹർഷി ആദ്യം ഉപയോഗിക്കുന്ന വാക്കുകൾ കൗസല്യാസുപ്രജാരാമ പൂർവാസന്ധ്യ പ്രവർത്തതേ. നീ കൗസല്യയുടെ ശ്രേഷ്ഠനായ പുത്രനാണ്. ഇതൊക്കെ അമ്മമാരിൽ നിന്ന് വേണം നമ്മുടെ സംസ്കാരം തുടങ്ങാൻ. ഒരു അമ്മ ഉത്കൃഷ്ടയായാൽ പുത്രന്മാരും ഉത്കൃഷ്ടരായി. ഒരമ്മ സ്വാർത്ഥമതിയായി കഴിഞ്ഞാൽ കുട്ടികളും സ്വാർത്ഥമതി. ഇന്ന് പ്രസവിച്ച പിറ്റേന്ന് തന്നെ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ എന്നാണ്. ഇതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ കുട്ടി പിന്നെ അമ്മയെ ടിങ്കിൾ ടിങ്കിൾ കളിപ്പിച്ചിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സംസ്കാരം ഒക്കെ നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലണ്ടനിലാണത്രേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പട്ടിയെ കയ്യിൽ വെക്കും, പട്ടിയെ കൊണ്ടുപോകുന്ന പോലെ ചങ്ങലക്കിട്ടിട്ട് നടത്തും. അതിനൊരു സാധനമുണ്ട് അത്രേ, പാക്ക് ചെയ്തിട്ട്. കുട്ടി ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട്
അതും ഇന്നൊക്കെയാണെങ്കിൽ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ പാക്ക് ചെയ്തു അതിനെ. എന്താ മാഗിയോ സ്നാഗിയോ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് അതിങ്ങനെ നരകിക്കും. അന്ന് അവൻ വിചാരിക്കും ഇതുപോലെ ഞാനും അമ്മയെ ഒന്ന് പുഴുക്കും കിടന്നിട്ട് എന്ന്. ഒരു പ്രതിജ്ഞ അവൻ ചെയ്തിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പാവം അതില് മൂത്രവും ശിശുവാണല്ലോ, ശിശു അത് പോകുന്നതുകൊണ്ടാണ് ശിശു. അതിങ്ങനെ പോയി 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 അതിൽ കിടന്നിങ്ങനെ അതിൽ കിടന്നിട്ടാ പുറത്തു വന്നത്. പുറത്തു വന്നപ്പോഴും അതിൽ തന്നെ യോഗം. ആ അമ്മയെ അവൻ അതിൽ കിടത്തിയിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് കുട്ടികളെ അമ്മമാരെയൊന്നും വലിയ കാര്യമായിട്ട് പ്രായയെ നോക്കാത്തത്. ആ സംസ്കാരങ്ങളൊക്കെ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ആര് കൊടുക്കണം? ഇതൊക്കെ സ്വാമി ഞങ്ങൾ പ്രസവിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന്. പ്രസവിച്ച കുട്ടികളൊക്കെ ഒന്നിനാത്രം പോകുന്നതായിട്ട് ഇനിയിപ്പോ ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് എന്ത് കാര്യം? ഇപ്പോഴെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയൊരു ജന്മം വരികയാണെങ്കിൽ ഒരു നേരത്തെ ഓർമ്മ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോ ഈ സമയത്ത് 10-40 വയസ്സുള്ള മകനെ പിടിച്ചിട്ട് 10-30 വയസ്സുള്ള മകനെ പിടിച്ചിട്ട് കുട്ടാ ഈശ്വര പ്രേമം വളർത്തണം എന്ന് പറഞ്ഞാൽ അവൻ ഒരു പ്രേമം തരൂ നിങ്ങൾക്ക്. അവൻ അടുത്ത വീട്ടിലെ പെണ്ണിനെ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് അവനോട് കൃഷ്ണപ്രേമവും രാമപ്രേമവും ഒക്കെ പറയുന്നത്. നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പോ കാലം മാറിപ്പോയി എന്ന് പറയണം. അതൊക്കെ നേരത്തെ തന്നെ തുടങ്ങേണ്ടതാണ്. ഇതൊക്കെ ശരിക്കും പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അമ്മയാവുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് അമ്മയാവേണ്ടത്, എങ്ങനെയാണ് പുത്രനെ വളർത്തേണ്ടത്, എവിടുന്ന് വേണം ആ കുട്ടികൾക്ക് സംസ്കാരം തുടങ്ങാൻ, ജനിച്ചു വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതൊക്കെ അമ്മമാർക്ക് നേരത്തെ മനസ്സിലായാൽ ആ കുട്ടിക്ക് വേണ്ടുന്ന സംസ്കാരം ആ അമ്മയിലൂടെ കുട്ടിക്ക് കിട്ടും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സുനീതിയും ധ്രുവനും. അച്ഛൻ ഉപേക്ഷിച്ചപ്പോ അച്ഛന്റെ കുറ്റമല്ല അമ്മ പറയുന്നത്. ചെറിയമ്മ വേദനിപ്പിച്ചപ്പോ ചെറിയമ്മയുടെ കുറ്റങ്ങളല്ല പറയുന്നത്. ഉത്തിഷ്ഠതത്താത വിമത്സരത്വം. ഉണ്ണി വിമത്സരം കളയൂ, ചെറിയമ്മയോടുള്ള വിഷമം മാറ്റൂ, വീരൂ നീ, അച്ഛനോടുള്ള വിഷമം മാറ്റൂ. എന്നിട്ട് പറയുന്നു ആരാധയാദോക്ഷജപാദ പത്മം. ആരെ പിടിക്കണം? ഭഗവാനെ മുറുകെ പിടിക്കൂ. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഭഗവാനെ പിടിക്കാനുള്ള സംസ്കാരം നേരത്തെ തന്നെ അമ്മ പറഞ്ഞു കൊടുത്തുകൊണ്ടാ പറയാൻ പറ്റണം. ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇങ്ങനെ ഇവിടെ കുട്ടികളൊക്കെ വളർന്നു. അമ്മയും അച്ഛനും 11ാമത്തെ ദിവസം കുട്ടികൾക്ക് നാമകരണം ചെയ്യാൻ നിശ്ചയിച്ചു. വസിഷ്ഠ മഹർഷി ശ്രീരാമസ്വാമിയെ മടിയിലിരുത്തി രാമൻ എന്ന പേര് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് രാമൻ എന്നുള്ള പേര് വന്നത്? സമസ്ത ലോകങ്ങളും ആത്മാവിങ്കലെ രമിച്ചിരുന്നു നിത്യമെന്നോർത്ത് വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടു. രാമനെന്ന് വിളിക്കാൻ കാരണം ആത്മാവിൽ രമിക്കുന്നവൻ ആരോ അവൻ രാമൻ. പതിനൊന്നാമത്തെ ദിവസം കുട്ടികൾക്ക് നാമകരണം ചെയ്യാൻ നിശ്ചയിച്ചു. വസിഷ്ഠ മഹർഷി ശ്രീരാമസ്വാമിയെ മടിയിലിരുത്തി രാമൻ എന്ന പേര് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് രാമൻ എന്നുള്ള പേര് വന്നത്? സമസ്ത ലോകങ്ങളും ആത്മാവിങ്കലെ രമിച്ചിരുന്നു നിത്യമെന്നോർത്ത് വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമൻ എന്നൊരു തിരുനാമവും ഇട്ടു. രാമനെന്ന് വിളിക്കാൻ കാരണം ആത്മാവിൽ രമിക്കുന്നവൻ ആരോ അവൻ രാമൻ. ഇവിടെ ആത്മാവിനെയാണ് രാമൻ എന്നുള്ള ശബ്ദം കൊണ്ട്. രാ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, മാ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പ്രകാശം, തന്നിലുള്ള പ്രകാശം. സംസ്കൃതത്തിൽ മീ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ഈ ശരീരത്തെ നിലനിർത്തുന്ന പ്രകാശത്തെയാണ് രാമൻ 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 എന്ന് പറയുന്നത്. ആ പ്രകാശത്തിൽ, ആ ചൈതന്യത്തിൽ, ആ ജീവശക്തിയിൽ, ആത്മാവിൽ ആര് മനസ്സിനെ രമിപ്പിക്കുന്നുവോ അവരെയാണ് ആത്മാ രാമൻ എന്ന് വിളിക്കുന്നത്. ഈ ഒരു അർത്ഥത്തിൽ രാമൻ എന്ന് പേരിട്ടു. പിന്നീട് ഭരണനിപുണനാം ഭരതനെ പേരിട്ടു. ഇവൻ ഭരിക്കാൻ നിപുണനാണ്, ഭരതൻ എന്ന് പേരിട്ടു. ലക്ഷ്മണൻ ലക്ഷണാന്വിതനാണ്, അവന് ലക്ഷ്മണൻ എന്ന് പേരിട്ടു. 4ാമത്തത്
ശത്രുക്കളെ പോലും ഹനിക്കാൻ കഴിവുള്ളവനായതുകൊണ്ട് ശത്രുഘ്നൻ എന്ന് പേരിട്ടു. ഇങ്ങനെ രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, ഇങ്ങനെ 4 പേര്. ഈ പേരുകളൊക്കെ ഉണ്ടല്ലോ, ആധ്യാത്മികമായി ചിന്തിച്ചാൽ വളരെ താത്വികമായി അർത്ഥമുള്ളതാണ്. ആദ്യത്തെ പേര് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ശത്രുഘ്നനിൽ നിന്നാണ്. ഏറ്റവും താഴെയുള്ളവൻ ശത്രുഘ്നനാണ്. തൻ്റെ മനസ്സാണ് തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ മനസ്സിനെയാണ് നമ്മൾ മറ്റുള്ളവരെയല്ല ശത്രുവായിട്ട് എടുക്കേണ്ടത് സ്വന്തം മനസ്സിനെയാണ്. അങ്ങനെ മനസ്സിനെ ആരാണോ ശത്രുവായി തിരിച്ചറിയുന്നത്, ഇവിടെ മനസ്സിനെ ശത്രുവായി തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആധ്യാത്മിക ദൃഷ്ടിയിൽ ഇത് നെഗറ്റീവല്ല, പോസിറ്റീവാണ്. ചിലര് മനസ്സിനെ ശത്രുവായി തിരിച്ചറിഞ്ഞ് നശിക്കുന്നവരാണ്, ശപിക്കുന്നവരാണ്. ഇവിടെ പോസിറ്റീവായിട്ട് ശത്രുവായിട്ട് തിരിച്ചറിയാതെ പറഞ്ഞാൽ ഞാൻ ചെയ്ത കർമ്മം മനസ്സുകൊണ്ടാണ്, അത് അനുഭവിക്കുന്നതും മനസ്സാണ്. ഇപ്പൊ ചെയ്തതും മനസ്സാണ്, അനുഭവിക്കുന്നതും മനസ്സാണെങ്കിൽ എന്റെ ജീവിതത്തെ മുഴുവൻ തളർത്തുന്നത് മനസ്സാണെന്ന് തിരിച്ചറിയുന്നതിനെയാണ് ശത്രുഘ്നൻ എന്ന് പറയുക. ആ മനസ്സിനെ ആരാണോ പരിശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത് അവരെയാണ് ശത്രുഘ്നൻ. ആധ്യാത്മികതയിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നേരെ ആവണം എന്നുള്ള വാസനയാണ്. എനിക്ക് നേരെ ആവണം എന്നൊരാള് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെയാണത്രേ ശത്രുഘ്നൻ. ഏത് ഫീൽഡിലും അങ്ങനെയാണ്. എനിക്ക് നന്നാവണം, എനിക്ക് നേരെയാവണം, കുറേയും കൂടി ഉത്കൃഷ്ടനാവണം, ഉത്കൃഷ്ടയാവണം എന്ന് തീരുമാനിക്കുന്നവരെയാണ് ശത്രുഘ്നൻ എന്ന് പറയുക. അങ്ങനെ ശത്രുഘ്നനായാൽ അടുത്തത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ ലക്ഷണയുക്തമായ മനസ്സുള്ളവൻ അർത്ഥം. ആരാണത്രേ ലക്ഷ്മണൻ? എന്താണ് ലക്ഷണയുക്തമായ മനസ്സ്? നേരെയാവണം എന്ന് മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ആരാണോ നേരെയാവാൻ വേണ്ടി സത്സംഗങ്ങളിലേക്ക്, രാമനിലേക്ക് തിരിയുന്നത്, ലക്ഷ്മണൻ എപ്പോഴും രാമന്റെ കൂടെയാണ്. അപ്പൊ സത്സംഗങ്ങളിലേക്ക് തിരിയുന്നത് അവരെയാണ് ലക്ഷ്മണൻ. ഇപ്പൊ നിങ്ങളൊക്കെ ലക്ഷ്മണന്മാരാണ്. മനസ്സിനെ രാമനിലേക്ക് തിരിക്കാൻ വേണ്ടി വന്നവരാണ്. അവരാണ് ലക്ഷ്മണന്മാര്. ലക്ഷ്മണന്മാരായാൽ പിന്നെ ഭരതനായി എന്ന് പറയുകയാണ്. ഭ എന്നുള്ള ശബ്ദത്തിനർത്ഥം അറിവ് എന്നാണ്. ഭ എന്നുള്ള ശബ്ദത്തിന് സംസ്കൃത റൂട്ടിൽ പ്രകാശം എന്നാണ് അർത്ഥം. അറിവ് പ്രകാശത്തിന്റെ പ്രതീകമാക്കി വെച്ചവരാണ് പൂർവികന്മാര്. മനസ്സിലായില്ലേ? ഭ എന്നുള്ള ശബ്ദം നിങ്ങൾ ഉണ്ടാക്കുമ്പോണ്ടല്ലോ, അക്ഷരം നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ ചുണ്ടുകൾ വേർപെട്ട് ഭ ഒന്ന് വികസിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു, നേരത്തെ പറഞ്ഞല്ലോ, ഘർഷണമുണ്ടാകുമ്പോൾ അവിടെ പ്രകാശമുണ്ടാവുന്നു. അപ്പൊ ഭ എന്നുള്ള ശബ്ദത്തിനർത്ഥം ഭാതി, പ്രകാശിക്കുക. ആ ശബ്ദത്തിൽ നിന്നാണ് സൂര്യദേവന് ഭാനു എന്നുള്ളൊരു പേര് വന്നത്. ഭാനു എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രകാശിക്കുന്നവൻ. ഈ നാടിന് ഭാരതം എന്ന് വന്നതും അങ്ങനെയാണ്. അറിവാകുന്ന പ്രകാശത്തിൽ ജീവിക്കുന്നവരുടെ, രതിക്കുന്നവരുടെ നാടാണ് ഭാരതം. അപ്പൊ ഭരതൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവിൽ ജീവിക്കുന്നവനാരോ അവൻ ഭരതൻ. ആധ്യാത്മികമായി സത്സംഗങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരൊക്കെ ഭരതന്മാരായി. ദാസഭാവത്തിലാണ് ഭരതൻ ജീവിതം നയിക്കുന്നത്, അല്ലേ? 14 കൊല്ലം ഭരതന്റെ ജീവിതം തപസ്സായിരുന്നു. അങ്ങനെ ഭരതനിലൂടെ ആരിലേക്കെത്താം? ആത്മാവാകുന്ന രാമനിലേക്ക് രമിക്കാൻ സാധിക്കും. ഇപ്പൊ ശത്രുഘ്നൻ, ലക്ഷ്മണൻ, ഭരതൻ, രാമൻ. ശത്രുഘ്നൻ എന്നാൽ എനിക്ക് നന്നാവണമെന്നൊരു ചിന്ത, ലക്ഷ്മണൻ എന്നാൽ സത്സംഗങ്ങളിലേക്ക് പോകണം എന്നുള്ള ചിന്ത, ഭരതൻ എന്നാൽ ആത്മീയമായ തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ജീവിക്കൽ. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് നാം എവിടെ എത്തിച്ചേരണം? രാമനിൽ എത്തിച്ചേരണം. ഇതാണ് രാമായണം. രാമനിലേക്കുള്ള അയനം രാമായണം. പണ്ട് ഭാരതത്തിൽ നടന്നൊരു കഥയുടെ ചരിത്രമായിട്ട് നമുക്ക് കാണാം. കുറേയും കൂടി ആഴത്തിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ നല്ല കാവ്യഭംഗിയുള്ളൊരു കൃതിയായിട്ട് നമുക്കതിനെ കാണാം.
എന്നാൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന തരത്തിൽ രാമായണത്തെ നോക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന കേവലമൊരു കഥയല്ല, ജീവിതത്തിന് വേണ്ടുന്ന തത്വോപദേശങ്ങളാണ്, ജീവിതത്തിനുതകുന്ന മാർഗനിർദ്ദേശങ്ങളാണ് രാമായണത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ദൃഷ്ടിയിലൂടെ വേണം നമ്മൾ രാമായണത്തെ മനസ്സിലാക്കാനും പഠിക്കാനും. അപ്പോഴാണ് രാമായണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നതായിത്തീരുന്നത്. രാമായണത്തിന്റെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രീരാമസ്വാമിയുടെ അച്ഛൻ